നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ കറുത്ത അധ്യായങ്ങളിലൊന്ന് എന്ന് ഇന്നും ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ കരുതുന്ന ബാബറി മസ്ജിദ് പൊളിച്ച സംഭവത്തിന്റെ ബാക്കിപത്രം. മതേതരത്വം കടുത്ത വെല്ലുവിളി നേരിടുന്നുവെങ്കിലും ഈ രാജ്യം ഇന്നും മതേതര രാഷ്ട്രം എന്ന നില തന്നെയാണ് തുടരുന്നത്. അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യർ കരുതുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ ഏറ്റവും പരിതാപകരമായ നിലപാട് കാണുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്ന് കെ സുധാകരൻ പറയുമ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ തള്ളിപ്പറയാൻ കെ സുധാകരൻ തയ്യാറല്ല. എന്തുകൊണ്ട് അതിന് കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷന് കഴിയുന്നില്ല എന്ന ചോദ്യം വളരെയേറെ പ്രസക്തമാണ്. അതിന് സാമാന്യ ബുദ്ധിയിൽ ഉത്തരം ഒന്നേയുള്ളൂ: ആ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് അതിലേറെ രസകരം. ക്ഷേത്ര മതിലുകൾക്കുള്ളിലല്ല, ദരിദ്ര നാരായണന്മാർക്കിടയിലാണ് ഗാന്ധിജി രാമനെ തേടിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഈ പ്രസ്താവന സേഫാണ്, കാരണം പോകാനും പോകാതിരിക്കാനുള്ള സാധ്യത അദ്ദേഹം അവിടെ തുറന്നിടുന്നുണ്ട്. പക്ഷേ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഒരു പരിഭവം ലൈനിലാണ്. ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാത്തതിനാൽ അതേക്കുറിച്ച് സംസാരിക്കില്ല. ക്ഷണം ലഭിച്ചാലല്ലേ പറയാൻ കഴിയൂ. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. പക്ഷെ സർ, താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യം, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വത്തിന് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. താങ്കളോട് ഈ നാട്ടിലെ ജനങ്ങൾ താങ്കൾ വ്യക്തിപരമായി പങ്കെടുക്കേണ്ട ഏതെങ്കിലും വിവാഹ ചടങ്ങിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ താങ്കളുടെ വാക്കുകളിൽ നിന്ന് ഈ വിഷയത്തിലെ നിലപാട് വ്യക്തവും കൃത്യവുമാണ്. അതിനിടെ ശശി തരൂരിന്റെ പ്രതികരണവും വന്നു. പക്ഷെ തരൂർ സ്വന്തം പാർട്ടിയിലെ വിഷയത്തിലല്ല ഊന്നുന്നത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. CPM മതവിശ്വാസമില്ലാത്തവരായതുകൊണ്ട് വേഗം തീരുമാനമെടുക്കാൻ കഴിയുമത്രേ. അപ്പോൾ ഇതൊരു മതവിശ്വാസ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ വ്യത്യസ്തമായ ഒരു നിലപാടെടുത്ത് വ്യത്യസ്തനാവുകയാണ് കെ മുരളീധരൻ. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. BJPയുടെ ചതിക്കുഴിയിൽ വീഴരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ വാക്കുകൾ പൂർണ്ണമായും കെ സുധാകരൻ തള്ളിക്കളഞ്ഞെടുത്താണ് ഇതിന്റെ ആന്റി ക്ലൈമാക്സ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായക്കാരാണ്. ഇതിലെ ഒരു അനീതി മനസ്സിലാക്കാതെ അല്ല കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിക്കുന്നത്. 4 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കോൺഗ്രസ് ദേശീയ നേതൃത്വം തള്ളിക്കളയുമ്പോൾ കേരളത്തിലെ നേതാക്കൾ അതിന് മുൻനിരയിൽ നിന്ന് ജയ് വിളിക്കുകയാണ്. പക്ഷേ BJPയുടെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ കോൺഗ്രസ് പാഞ്ഞു തുടങ്ങിയാൽ വൻ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസും BJPയും ഒരുപോലെ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി. പക്ഷേ അവിടെ നേട്ടം കൊയ്തത് BJPയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് തുടർന്നാൽ അത് ഗുണം ചെയ്യുക കോൺഗ്രസിനല്ല, മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന പ്രത്യയശാസ്ത്രം പേറുന്ന RSSന് വളമിട്ടുകൊടുക്കലാകും അതെന്ന് നിസ്സംശയം പറയാം.